ഇത് നോക്കിയേ. അയ്യോ, മനുഷ്യനിവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അവൻ്റെ ഒരു എടാ നിനക്കിത് എന്താടാ? ഇതിലിപ്പോ ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താ? എടാ അതല്ല, ഇതൊക്കെ ആരെല്ലാം ചിന്തിക്കാനേ വയ്യ. എന്റെ പൊന്നളിയ, നീ ഒന്ന് അടങ്ങ്. ഞാനല്ലേ പറയണേ, ഇത് സേഫാ. എൻ്റെ ഫ്രണ്ട് ജിഷ്ണു ഇല്ലേ, അവൻ ഈ കാര്യത്തിൽ പൊലിയാ. അവൻ്റെ കെയർ ഓഫിലുള്ളതായതുകൊണ്ട് ഒരു രീതിയിലും പേടിക്കേണ്ട കാര്യമില്ല. എടാ ഒരു മിനിറ്റ്, ഇതാ കോള് വരും. ഹലോ ചേട്ടാ. നമ്മളിവിടെ തന്നെ ഉണ്ട്. അവിടെ തന്നെ. ഒരു വൈറ്റ് ഓൾട്ടോ കാറ്. അങ്ങോട്ട് പോര്. ശരി ശരി ശരി. എടാ താ പുള്ളി വരുന്നുണ്ട്. എടാ ഒരു മയത്തിലൊക്കെ ഡീൽ ചെയ്യണേ, അല്ലേ പണിയാവട്ടാ. എടാ ടെൻഷൻ അടിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ. നീ കൂളായിട്ടിരിയടാ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. അതൊന്നും ഓർത്ത് അളിയൻ പേടിക്കണ്ട. അവർ കവലയ്ക്ക് എത്തിയെന്നാ പറഞ്ഞേ. അളിയൻ വേഗത്തൂലേ? ശരി അളിയാ, വേഗം വാ. മോളകത്ത് ഒരുങ്ങുവാ. സുമേ, അവർ കവലയ്ക്ക് എത്തിട്ടോ. മോളെ വേഗം റെഡിയാക്കും, അവരുടെ എത്താറായി. ഇതൊന്ന് കുത്തിക്ക്. എങ്ങനെയുണ്ട്? കൊള്ളാം, സുന്ദരിയായിട്ടുണ്ട്. ടെൻഷൻ ഉണ്ടോ? ടെൻഷനൊന്നുമില്ല. എന്നാലും പെട്ടെന്നായതുകൊണ്ടൊരു പ്രിപ്പറേഷൻ ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ. നിന്റെ മാമനെ എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ഞാൻ ഇതിലും അപ്പുറമായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞ് വരുമ്പോൾ വീടിന് മുന്നിൽ ഇരിക്കുക നിന്റെ മാമൻ. ഞാനാണെങ്കിൽ വഴി കിടന്ന് ഏതോ മാമ്പഴം തിന്നോണ്ടാ കയറി ചെന്ന്. അതാണെങ്കിൽ ഡ്രസ്സിലും മുഖത്തൊക്കെ ആയി ആകെ നാശായി. ബെസ്റ്റ് കോലായിരുന്നു. കേട്ടിടത്തോളം ഇത് നല്ല കൂട്ടരാ. അമ്മയും മോനും മാത്രമേ ഉള്ളൂ. നല്ലതായിരിക്കും. ഒരു ഫോട്ടോ എടുത്തു തരുമോ? അച്ഛനെത്താറായില്ലേ? വഴിയിലാന്ന് പറഞ്ഞേ. എടുക്കട്ടെ? ഇങ്ങോട്ട് നോക്കിക്കേ. എടാ നമ്മുടെ ഗ്യാങ്ങിൽ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ പെണ്ണ് കിട്ടാൻ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ അവസാനം നിനക്ക് പെണ്ണ് കിട്ടിയടാ. അങ്ങനെ ഒരു പറച്ചില്. എടാ പണ്ടൊരു തേച്ചിട്ട് പോയെന്ന് പറഞ്ഞ് ജീവിതത്തിൽ പെണ്ണെ വേണ്ട തീരുമാനത്തിലായിരുന്നല്ലോ നീ. കൊള്ളാടാ, എന്തായാലും ഇപ്പോഴേ നിനക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ. ഞാൻ നിന്നോട് പണ്ടേ പറഞ്ഞിട്ടില്ലല്ലേ ജീവിതത്തിൽ ഒരു കൂട്ടുള്ളത് എപ്പോഴും നല്ലതെന്ന്. അതിനുവേണ്ടി നമ്മൾ തേടി പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഉള്ളതാണെങ്കിൽ നമുക്ക് താനെ വരും. ജീവിതം മാറും, ലൈഫ് സെറ്റ് ആവും. ലൈഫ് സെറ്റ് ആയിപ്പോലെ നമുക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഞാൻ കണ്ടുപിടിച്ചോളാം. സമയമാകുമ്പോ പറയാടാ. ശരി ശരി. പിന്നെ എന്റെ കാര്യത്തിൽ ഇത് ഉറപ്പിക്കാൻ പറ്റേ. ആദ്യം പോയി കണ്ടുനോക്കട്ടെ, എന്നിട്ട് പറയാം. എടാ എന്റെ മനസ്സ് പറയണത് സെറ്റ് ആവുന്നത്. എടാ വീടെത്തിട്ടാ. എടാ ഞങ്ങൾ എത്തി. ശരി എന്നാ പിന്നെ വിളിക്കാം. ശരി മോനെ, പിന്നെ വിളിക്കാട്ടാ. ശരി ബൈ. എന്നാ നമ്മൾ പെണ്ണ് കണ്ടിട്ട് വരാം. ഓക്കേടാ. ഓക്കേടാ, ഓക്കെ ഓക്കെ. ബൈ 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 ബൈ. എവിടെയാണെന്നാ പറഞ്ഞേ? മാൾട്ട. എത്ര നാളായി ഇപ്പോ? 4 വർഷം. അപ്പൊ ഇനി എന്നാ തിരിച്ചു പോകുന്നേ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് വേണം തീരുമാനിക്കാൻ. എന്തായാലും ഒരു 2 മാസം ഉണ്ടാവും. ഇവൻ പോണേന് മുമ്പ് എൻഗേജ്മെന്റ് നടത്തണമെന്നാ. ഓ, വന്ന അന്ന് തുടങ്ങിയ പെണ്ണ് കാണല. ഇതുവരെ ഒന്നും ഒത്തു വന്നില്ല. പിന്നെ മോളെ ഫോട്ടോ ഇന്നലെ കണ്ടു, അപ്പം ഇഷ്ടായി. അല്ല, മോളെ അച്ഛനെ കണ്ടില്ലല്ലോ, എവിടെ? അളിയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നേ ഉള്ളൂ. സാധാരണ ഈ സമയത്ത് വരുന്നതാ. ഇന്നിപ്പോ എന്താ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പെട്ടെന്ന് വന്നോണ്ട് എല്ലാവരും ഓട്ടപ്പാച്ചിലായിപ്പോയി. ഇവിടെ ഒരു കല്യാണത്തിന് വന്നതാ. അപ്പൊ പിന്നെ അടുത്താണല്ലോ, മോളെ കണ്ടിട്ട് പോയേക്കാന്ന് വെച്ച്. ആണല്ലേ? എന്നാ മോളെ വിളിക്കാം. സുമേ, മോളെ വിളിക്കേ.
എന്നും എന്റെ നിനവാകാം നിന്റെ പാതിമാനമാകാം നീയാമുറവ തേടും എന്നാ അവര് തമ്മിൽ എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ. ആ ആയിക്കോട്ടെ. സൂര്യ ഫാനാണല്ലേ? ആ കട്ട ഫാന. ഏതാ സൂര്യയുടെ ഫേവറേറ്റ് സിനിമ? സിലുന്നൊരു കാതൽ, വാരണമായിരം, ഗജനി, ഇതൊക്കെ എൻ്റെ ഫേവറേറ്റാ. സൂര്യ ഫാനാണോ? പണ്ട് വാരണായിരം കണ്ട ജിമ്മിൽ പോയത്. ഓ അയ്യോ, ഇതെവിടെയാ? ഇത് ഒറിജിനൽ തന്നെയല്ലേ? ഏയൊന്നും അല്ലല്ലോ? ഏയ് പക്ക ഒറിജിനൽ. ഓ ഓക്കെ. പുള്ളി മാൾട്ടയിൽ വന്നപ്പോൾ താമസിച്ച് ഞാൻ വർക്ക് ചെയ്യുന്ന ഹോട്ടലിലാണ്. ഓ നൈസ്. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു തവണയെങ്കിലും നേരിട്ട് കാണണം, കൂടെ വന്നൊരു സെൽഫി എടുക്കണമെന്നൊക്കെ. ഓ സെറ്റാക്കാം. അനിയത്തിമാരാരുമില്ലേ? എൻ്റെ അനിയത്തിനെയാണല്ലോ അളിയൻ കേട്ടിരിക്കുന്നത്. അതല്ല, കല്യാണപ്പെണ്ണിന് അനിയത്തിമാരാരുമില്ല? ഇല്ല, ഒറ്റ മോള. ആണാ? ഞാൻ കരുതി. കഴിക്ക്. ഇത് എത്രാമത്തെ പെണ്ണാണല്ലോ? ആദിത്യ. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ആ അതെ. എനിക്ക് സത്യം പറഞ്ഞ ഒരു മാരേജ് പ്ലാനൊന്നും ഇല്ലായിരുന്നു. പിന്നെ പ്രിയേച്ചി പറഞ്ഞപ്പോൾ കണ്ടേക്കാന്ന് കരുതി. അപ്പോൾ ചുമ്മാ കണ്ടിട്ട് വിടാനുള്ള പരിപാടിയാണല്ലേ? അയ്യോ അങ്ങനെയല്ല. ഇതെൻ്റെ 4ാമത്തെ പെണ്ണാണല്ലോ. സംസാരിച്ചവരൊക്കെ അങ്ങടെ വൈബ് അങ്ങോട്ട് സെറ്റ് ആവണില്ല. നീ ഞാൻ ചേട്ടനെ മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നെയോ? എവിടെ വെച്ച്? 1-2 വട്ടം അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ട്. പിന്നെ രോഹിതേട്ടൻ പ്രിയേച്ചി കാണാൻ വരുമ്പം കൂടെ ഉണ്ടാവാറില്ലേ? കോളേജിൽ. ആ അതെ അതെ, അങ്ങനെ കണ്ടിട്ടുണ്ട്. പിന്നെ കോളേജ് ബസ് സ്റ്റോപ്പിൽ ഒരു ദിവസം ബസ് നിർത്താൻ വന്നപ്പോൾ ബസ്സിന് വന്നിട്ട് വട്ടം വെച്ചില്ലേ ബൈക്ക്, അങ്ങനെയും കണ്ടിട്ടുണ്ട് ഞാൻ. ആഹാ കൊള്ളാലോ. അതിനുശേഷം ചേട്ടനോട് ഭയങ്കര ഫാൻസ് ആയിരുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് ചേട്ടനോട് ഭയങ്കര ക്രഷായിരുന്നു. ഇതൊന്നും നമ്മളറിഞ്ഞില്ലല്ലോ. എൻ്റെ മെയിൻ സ്പോട്ടായിരുന്നു ക്യാമ്പസ്. പിന്നെ രാജൻചേട്ടൻ്റെ കടയിൽ ഒരുപാട് മെമ്മറീസ് ഉണ്ട് അവിടെ. എനിക്കറിയാം, രോഹിതേട്ടനും പ്രിയേച്ചിയും പറഞ്ഞിട്ട് നിങ്ങളുടെ കഥകളൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് ചേട്ടനെ പറ്റി അറിയാം. നല്ലത് തന്നെയല്ലേ കേട്ടെ? അയ്യോ നല്ലത് തന്നെയാ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് ചേട്ടൻ്റെ ആലോചന എനിക്ക് വരുമെന്ന്. ഞാൻ കുറേ ആയി കല്യാണത്തിനെ കുറിച്ച് ആലോചിച്ചിട്ട്. നൈസായിട്ടൊരു തേപ്പ് കിട്ടി. ആ കഥയും അറിഞ്ഞായിരുന്നു. അപ്പം ഇനി അറിയാനൊന്നും ബാക്കിയില്ല അല്ലേ? അവരുടെ വീട്ടിൽ പോകുമ്പോൾ മെയിൻ സംസാരം ഞങ്ങളുടെ ടൈമിലെ ക്യാമ്പസ് ലൈഫും നിങ്ങളുടെ ടൈമിലെ ക്യാമ്പസ് ലൈഫിനെ പറ്റിയാ. അങ്ങനെ എനിക്ക് നിങ്ങളുടെ സ്റ്റോറിയൊക്കെ അറിയാം. ഞാൻ അവിടെ 1 വർഷം തികച്ചു പഠിച്ചിട്ടുള്ളൂ. പക്ഷെ പഠിച്ച അത്രയും നാൾ അടിപൊളിയായിരുന്നു. അങ്ങനെ രോഹിത്തിനെ പരിചയപ്പെടുന്നത്. ഇത്ര നാളും കല്യാണം വേണ്ടെന്ന് പറഞ്ഞിട്ട് എന്ത് പറ്റി പെട്ടെന്ന് തീരുമാനം മാറ്റാൻ? എത്രയെന്ന് വെച്ചാൽ ഒറ്റയ്ക്ക് മടുക്കില്ല. അമ്മയും കുറേ നാളായി കല്യാണക്കാര്യം പറഞ്ഞ് എൻ്റെ പുറകെ കിടക്കണം. എന്നാൽ പിന്നെ കെട്ടിക്കളയാന്ന് വിചാരിച്ച് മാട്രിമോണി കൊടുത്തപ്പോൾ ഉണ്ടായിരുന്ന കുറച്ച് അഹങ്കാരങ്ങൾ പോയി കിട്ടി. നമ്മളൊന്നും ആർക്കും വേണ്ടെന്ന്. പിന്നെ എവിടെ പോയാലും അമ്മയ്ക്ക് പെണ്ണിനെ തപ്പല മെയിൻ പരിപാടി. അങ്ങനെ രോഹിത്തിൻ്റെ ഹൗസ് വാമിൻ്റെ ഫോട്ടോയിലാണ് തന്നെ കാണുന്നതും ഞാനിവിടെ വരുന്നതും. നല്ല സ്മാർട്ടാണല്ലോ. എന്നിട്ട് കോളേജിൽ പ്രേമൊന്നും ഉണ്ടായിരുന്നില്ല. അറിയാലോ, എൻ്റെ അമ്മ കുഞ്ഞിലേ മരിച്ചതാ. പിന്നീട് ഒരു കല്യാണം പോലും കഴിക്കാതെ അച്ഛൻ എനിക്ക് വേണ്ടി മാത്രമാണ് ജീവിച്ചത്. പാവം എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെയും നല്ലൊരു ജോലി മേടിക്കണം, നന്നായിട്ട് പഠിക്കണം, അങ്ങനെയൊക്കെ മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴാണ് ഞാൻ ആഗ്രഹിച്ച പോലൊരു ജോലിയൊക്കെ കിട്ടി ലൈഫ് ഒന്ന് സെറ്റിലാവുകയും ചെയ്തേ. അതിൻ്റെ ഇടയിൽ എവിടെയാ പ്രേമിക്കാനൊക്കെ സമയം? എനിക്കും അമ്മ മാത്രമേ ഉള്ളൂ. എന്നെപ്പറ്റി രോഹിത്തും പ്രിയയും പറഞ്ഞ് ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ.
അതൊക്കെ തന്നെയാണ് ഞാൻ. എന്താ ലൈഫ് പാർട്ട്ണറിനെ പറ്റിയുള്ളൊരു എക്സ്പെക്റ്റേഷൻ? അങ്ങനെ വലിയൊരു കോൺസെപ്റ്റൊന്നും എനിക്കില്ല. എൻ്റെ കാര്യത്തിൽ സിമ്പിളാണ്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് മേടിച്ചൊരു ജോലിയാണ്. സോ കല്യാണം കഴിഞ്ഞു എനിക്ക് ജോലിക്ക് പോകണം. പിന്നെ എൻ്റെ സാലറി എന്നൊരു 1% അതെൻ്റെ അച്ഛനുള്ളതാണ്. അതിനെ നോ പറയരുത്. പാവം ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പോഴും ജോലിക്ക് പോയേക്കുക. അതെത്ര വേണ്ടെന്ന് പറഞ്ഞാലും അച്ഛൻ കേൾക്കാറില്ല. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ടൊരു പേഴ്സണാണ്. സോ എൻ്റെ പാർട്ട്ണർ മനസ്സിലാക്കി നിൽക്കണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പിന്നെ എനിക്ക് ചേട്ടൻ ഓക്കെയാണ്, എൻ്റെ അച്ഛനും ഓക്കെ ആയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. പിന്നെ പെട്ടെന്നൊന്നും കല്യാണം വേണമെന്ന് പറയരുത്. ഉറപ്പായിട്ടും. എനിക്കും അങ്ങനെ ധൃതി പിടിച്ച് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല. ഞാനിനി പോയിട്ട് വരുമ്പോൾ എന്തായാലും ഒരു വർഷം എടുക്കും. സമയമുണ്ടല്ലോ, പയ്യെ മതി. നല്ല ചിരിയാട്ടോ. ആ, ഒരു സെൽഫി എടുത്താലോ? ആ. എൻ്റെ ഫ്രണ്ടിനെ അയച്ചു കൊടുക്കാനാ. അവക്കേ ചേട്ടനോട് ഭയങ്കര ക്രഷായിരുന്നു. ഇതെൻ്റെ അച്ഛൻ. ഇതോ? ആ, എന്ത് പറ്റി? ഒന്നുമില്ല. എന്താ പരിപാടിയൊക്കെ? ആ, അളിയ എങ്ങനെയുണ്ട് പെണ്ണ്? എടാ, ഈ കല്യാണം നടക്കില്ല. നടക്കൂലേ? അതെന്താ? അവളുടെ അച്ഛൻ ആരാന്നറിയോ? ഇല്ല, ആരാ? ആ, അളിയൻ വന്നല്ലോ. ചേട്ടാ കേറ്. ആ, അളിയ ദേ ഇതാണ് ചെറുക്കൻ. നിങ്ങളെ ഞാൻ എവിടെയോ